ശ്രീ എം കെ ഹരിദാസ്, 2017 മെയ് 9 വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് ലഭിക്കുന്നത്. അതേ വർഷം 2017 ഓഗസ്റ്റ് 31 ചീഫ് സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം കിട്ടുന്നു. നമുക്കറിയാം, നേരത്തെ അഴിമതി ആരോപണങ്ങൾ നിരവധി തവണ നേരിട്ട ഒരു വ്യക്തിയാണ് എബ്രഹാം എന്നുള്ളതാണ്. അതായത് 2011 മുതൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2011 സെബിയുടെ ഹോൾ ടൈം മെമ്പറായിരുന്ന സമയത്ത് തുടങ്ങുന്ന സാമ്പത്തിക ക്രമക്കേട് 2016 വരുന്നു. അന്ന് അത് പ്രതിരോധിക്കുന്നു. അതായത് 2016 വിജിലൻസിൻ്റെ ഒരു റെയ്ഡ് കെ എം എബ്രഹാമിൻ്റെ വീട്ടിലുണ്ടാകുന്നു. അത് റെയ്ഡ് കെ എം എബ്രഹാം ഇല്ലാതിരുന്ന സമയത്താണ് നടത്തിയത് എന്ന് ആരോപിച്ചുകൊണ്ട് അതിനെതിരെ ഒരു അന്വേഷണം നടത്താനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, അന്നത്തെ ധനകാര്യ മന്ത്രിയായിരുന്ന തോമസ് ഐസക് ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകുകയാണ്. അതായത് അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളൊരു പ്രതിരോധം കൂടി തീർക്കുന്നു. അത് 2016. തുടർന്ന് 2017 ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള സ്ഥാനക്കയറ്റം. അതിനിടയിൽ 2016 തന്നെ ഇദ്ദേഹം 20 കോടിയുടെ നഷ്ടം ഖജനാവിന് വരുത്തിയിട്ടുണ്ട്. അതായത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സെക്രട്ടറി എന്ന നിലയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ അത്തരത്തിലുള്ള അഴിമതി ആരോപണം വരുന്നുണ്ട്. സ്റ്റാഫുകളെ, ലൈബ്രറിയൻ അടക്കമുള്ള സ്റ്റാഫുകളെ നിയമിക്കുന്നു. അവർക്ക് UGC പേ സ്കെയിൽ നൽകുന്നു. അതോടൊപ്പം തന്നെ 2016 മറ്റൊരു ലീഗൽ നോട്ടീസ് കൂടി അദ്ദേഹത്തിന് കിട്ടുന്നത് കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്നാണ്. അതായത് ഫണ്ട് സമയത്ത് അനുവദിക്കാത്തത് കൊണ്ട്, ഫണ്ട് തടഞ്ഞു വെച്ചതുകൊണ്ട് 30 ഫാക്ടറികളുടെ പ്രവർത്തനമാണ് അവതാളത്തിലാകുന്നതും പിന്നീട് അത് അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് എത്തുന്നതും. ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ 2019 നമുക്കറിയാം. കിഫ്ബിയിലെ അനധികൃത സാലറി 2019 തുടങ്ങി 2024 വരെ 2.76 കോടിയാണ് അദ്ദേഹം ശമ്പള ഇനത്തിൽ കൈപ്പറ്റിയത്. അതോടൊപ്പം 2021 മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ED അന്വേഷണം. ഇങ്ങനെ നിരവധി അന്വേഷണം നേരിടുമ്പോഴും ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ളതാണ്. ഞാൻ മുഖ്യമന്ത്രിയുടെ ആ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് കൂടി വായിക്കാം. അപ്പോൾ താങ്കൾക്ക് ഇതിൽ ഉൾപ്പെട്ടവർ എന്തൊക്കെ പ്രവർത്തികൾ എന്നുള്ളത് വ്യക്തമാകും. താങ്കൾക്ക് അത് അറിയാവുന്ന കാര്യം തന്നെയാണെങ്കിലും KK രാഗേഷ് പ്രൈവറ്റ് സെക്രട്ടറി, KM എബ്രഹാം ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി, PM മനോജ് പ്രസ് സെക്രട്ടറി, പിന്നീട് അദ്ദേഹം അഴിമതി ആരോപണ നേരിട്ടിൽ നിന്ന് അവിടെ നിന്നും മാറുകയുണ്ടായി. CM രവീന്ദ്രൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. ഇവരെല്ലാവരും അഴിമതി ആരോപണ വിധേയരാണ്. ഒരു പരിധിവരെ ഇവർക്ക് അനുകൂലമായി 75%-ലധികം തെളിവുകളുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതും ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നതും ആരാണ്? ഇതിൽ ഈ സാമ്പത്തിക ക്രമക്കേടിന്റെ ഒരു ഈറ്റില്ലമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോ ഈ ഒരു കേസുമായിട്ടല്ല, നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അത് എന്ത് ഒന്ന് അരുത് എന്ന് എന്തൊന്ന് ചെയ്യരുതാത്തതായിട്ടുണ്ടോ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിക്കാണ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നത്. 10 വർഷം ആവാൻ പോകുന്ന ഈ ഭരണ നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു CM-ന്റെ ഓഫീസ് അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിൽ ഗവേഷണം നടത്തിയ ഒരു ഉപജാപക വൃന്ദം ഈ മുഖ്യമന്ത്രിക്ക് ചുറ്റും നിന്ന് സ്തുതി പാടിയിട്ട് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചിട്ട് അങ്ങേയറ്റം നമ്മുടെ നികുതി പണം കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വാസ്തവമാണ് ഇന്ന് ഹൈക്കോടതി ഈ കേസിലൂടെ, ഈ നമ്മുടെ അബ്രഹാമിന്റെ കേസിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ഒരു കേസിലും ഇന്ന് ഹൈക്കോടതി വളരെ ചൂടായിക്കൊണ്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ആരെയും രക്ഷിക്കാൻ നോക്കരുത്, നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെയും അന്വേഷണം വേണം. കരുവന്നൂർ വിഷയത്തിലാണ് ഹൈക്കോടതി ഇന്ന് EDയോട് ഇത്തരത്തിലുള്ളൊരു ഉത്തരവിറക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് ചെന്നെത്തി നിൽക്കുന്നത് 400 കോടി രൂപയുടെ ഈ അഴിമതിയും ചെന്ന് നിൽക്കുന്നത് CPM നേതാക്കളിലാവുമ്പോൾ CPM നേതാക്കളെ എല്ലാം നിയന്ത്രിക്കാനും CPM നേതാക്കളുടെ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ എന്ത് തന്നെയായാലും CPM എന്ന് പറയുന്ന പാർട്ടി ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അപ്പൊ ഇതൊക്കെ ഈ പിണറായി വിജയന്റെ ഓഫീസിനെ കേന്ദ്രീകരിച്ചിട്ട് നടക്കുന്ന അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്നവരാണ്. ഇപ്പോ രേണുക വായിച്ചു കഴിഞ്ഞിട്ടുള്ള ആ 4-5 പേരുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാകേഷ്, രവീന്ദ്രൻ തുടങ്ങിയവരുടെയൊക്കെ പേരുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിരിക്കുകയാണ്. എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കുറെ അവതാരങ്ങൾ ഈ ഭരണത്തിന്റെ ഇടനാഴിയിലൂടെ വിലസാൻ സാധ്യതയുള്ളത് ജനങ്ങൾ വളരെയധികം ശുഷ്കാന്തിയോടെ നോക്കിക്കാണണമെന്ന് ഭരണത്തിലേറി
കയറുമ്പോൾ 2016 പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും അഴിമതിക്ക് വിധേയമായിട്ടാണ് പ്രതിദിനം മുൻപോട്ട് പോകുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈയിടെ GST വകുപ്പ് ഒരു ഉത്തരവിറക്കി. GST വകുപ്പിന് വേണ്ടിയിട്ട് ധനകാര്യ വകുപ്പ് ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ഉദ്യോഗസ്ഥരെ അവരുടെ പെൻഷൻ പീരീഡിലെ റിട്ടയർമെന്റ് കഴിഞ്ഞാലും തുടർന്ന് അവർക്ക് അവിടെ തുടരാൻ വേണ്ടിയിട്ട് GST വകുപ്പിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാണ്. ഒന്ന് അസിസ്റ്റന്റ് GST കമ്മീഷണറായിട്ട്, ഒന്ന് മറ്റെന്തോ ഒരു പോസ്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഈ 2 ഉദ്യോഗസ്ഥർക്കെതിരെ ഒരാൾ ആലപ്പുഴ ഈ വാറ്റ് ഉണ്ടായിരുന്ന സമയം മുതൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ വിജിലൻസും അതുമാതിരി തന്നെ പല ഏജൻസികളുടെ അന്വേഷണത്തിലും അദ്ദേഹം ഒരു മുഴുത്ത അഴിമതിക്കാരനാണെന്ന് അറിഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇത്തരത്തിലുള്ള ഒരു സർവീസ് എക്സ്റ്റൻഷൻ നീട്ടി കൊടുക്കാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അടുത്ത ഉദ്യോഗസ്ഥനെതിരെ ലോകായുക്തയിലെ അദ്ദേഹത്തിന്റെ അഴിമതിക്കെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കേസ് നടക്കുന്നുണ്ട്. എന്തിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള 2 ഉദ്യോഗസ്ഥർക്ക് GST വകുപ്പ്, GST പോലൊരു വകുപ്പിലെ ഇത് നീട്ടിക്കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 ഉദ്യോഗസ്ഥരായിരുന്നു ഈ നവകേരള യാത്രയുടെ തിരുവനന്തപുരത്തെ പിരിവിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയവര്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഇന്നത്തെ ജോമോൻ പുത്തമ്പുരയ്ക്കൽ കൊടുത്ത കേസിന്റെ വിധി വന്നപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് എബ്രഹാമിന്റെ പോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കിഫ്ബിയുടെ അവസാനത്തെ വാക്കാണ്. കിഫ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ സാമ്പത്തിക വരുമാനത്തിന് വേണ്ടിയിട്ട് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു സാമ്പത്തിക സ്രോതസ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടൊരു സംവിധാനമാണെന്ന് അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. കിഫ്ബി ഇല്ലാതെ തന്നെ കേരളത്തിന്റെ ഒരുപാട് വികസനം, ഇൻഫ്രാസ്ട്രക്ചർ വികസനങ്ങൾ നടന്നിട്ടുള്ള നാടാണ് കേരളം. കിഫ്ബി വരുന്നതിന് മുമ്പും കിഫ്ബി ഇല്ലാതെ തന്നെ സാധാരണഗതിയിലുള്ള ഒരു വികസനം നടത്താൻ സാധിക്കുമെന്നിരിക്കെ കിഫ്ബിക്ക് രൂപം കൊടുത്തിട്ട് ഈ ഒരു മസാല ബോണ്ടും കാര്യങ്ങളും ഒക്കെ ഇറക്കിയിരിക്കുന്നത് സാമാന്യത്തിലധികമുള്ള ഒരു വരുമാനം CPM-ലേക്ക് അഴിമതിയിലൂടെ ചെന്നെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്. അപ്പൊ ഈ കിഫ്ബിയെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഊരാളുങ്കലിലേക്ക് ഒന്ന് ചെന്ന് എത്തി നോക്കണം. ഊരാളുങ്കലെ കഴിഞ്ഞ 9 വർഷവും 6 മാസത്തെയും കണക്കെടുത്തു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഏറ്റുകഴിഞ്ഞതിന് ശേഷം ഊരാളുങ്കൽ സൊസൈറ്റിയുടെ വളർച്ച എന്തോ ഈയിടെ കണ്ടു 243% മറ്റെയാണ്. അവരുടെ ആസ്തിയുടെ വർധനവ് 2000 കോടിക്ക് മേലെയാണെന്നൊക്കെ പത്രവാർത്തകൾ കാണാൻ സാധിച്ചു. അപ്പൊ ഈ കിഫ്ബിയും ഊരാളുങ്കൽ സൊസൈറ്റിയും എന്ന് പറയുമ്പോൾ കരുവന്നൂർ സൊസൈറ്റിയുടെ കാര്യം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത്തരത്തിൽ കിഫ്ബിയിലൂടെ വരുന്ന പണം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ജോലികൾ കൊടുക്കുക വഴി ഇവിടുത്തെ കോൺട്രാക്ടർ അസോസിയേഷൻ വളരെയധികം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടെൻഡർ പോലും ഇല്ലാതെയാണ് ഓരോ വർക്കുകൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. സൊസൈറ്റി വളരണം. കാരണം വാഗ്ബടാചാര്യൻ എന്ന് പറയുന്ന വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തി തൊഴിലാളികൾക്ക് വേണ്ടി രൂപം കൊടുത്ത ഒരു സഹകരണ സംഘം നന്നായി വളരണം. പക്ഷെ അതിനെ പോലും മറയാക്കിക്കൊണ്ട് അഴിമതി നടത്താൻ ഈ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കേന്ദ്ര ബിന്ദു നമ്മുടെ ഈ എബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ എബ്രഹാമിനെ 3.5 ലക്ഷം രൂപ പ്രതിമാസം പെൻഷന് പുറമെ ശമ്പളവും കൂട്ടിക്കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ ഒക്കെ വാഴിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പണക്കൊയ്ത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മറയാക്കിയിട്ട് ഈ അബ്രഹാമിനെ കൊണ്ടു നടക്കുമ്പോൾ അബ്രഹാം പൊട്ടനൊന്നുമല്ല. അബ്രഹാമും എന്തു ചെയ്തു? സ്വയം കുറെ പണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ജോമോൻ പുത്തമ്പുരയ്ക്കൽ വർത്തമാനത്തിന്റെ ഇടയിൽ പറഞ്ഞു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് തൊട്ടിരിക്കുന്നത്. ഒരു 13 കോടിയുടെ ഒരു അല്ലെങ്കിൽ 12 കോടിയുടെ അഴിമതി ചെയ്തുകൊണ്ട് ഈ സർക്കാരിന്റെ ഈ ഒരു പോസ്റ്റിൽ ഇരിക്കാനുള്ള മണ്ടത്തരമൊന്നും അബ്രഹാം കാണിക്കില്ല. അബ്രഹാം എന്ന് പറഞ്ഞാൽ മുതലക്കുട്ടിയാണ്. മുതലക്കുട്ടിയെ ആരും നീന്തം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അദ്ദേഹം അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തതിന്റെ കൃത്യമായിട്ടുള്ള വിവരം വരണമെങ്കിൽ ഇവിടെ CBI തന്നെ വരണം. CBI തന്നെ ഈ അന്വേഷണം ഏറ്റെടുക്കണം. ഇത് വിജിലൻസ് അന്വേഷിച്ചു വെച്ച് കഴിഞ്ഞാൽ വിജിലൻസ് അന്വേഷിക്കാതിരുന്നത് നന്നായി എന്നാണ് ഒരു കണക്കിന് തോന്നുന്നത്. ഇത് വിജിലൻസ് കോടതി തള്ളിയത് കൊണ്ടാണല്ലോ ഇപ്പൊ ഹൈക്കോടതിയിൽ വന്നത്. വിജിലൻസ് കോടതി ഈ കേസിൽ ഒരു ചുക്കും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. കാരണം ഇതൊക്കെ ഒരു ചങ്ങലയുടെ കണ്ണികളാണ്. ഇന്നത്തെ കേരളത്തിലെ വിജിലൻസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ ഈ പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിയുടെ ചങ്ങലക്കണ്ണികൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ച് വിജിലൻസ്
അന്വേഷിച്ചാലും ഒന്നും സംഭവിക്കില്ല. പക്ഷെ CBIയുടെ അന്വേഷണത്തിൽ എന്നെ പോലുള്ളവർക്കൊരു ആശങ്ക, ഈ കെ ബാബു എന്ന് പറയുന്ന നമ്മുടെ ജസ്റ്റിസ് ബാബു എന്ന് പറയുന്ന വ്യക്തി സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ്. ഇനിയും ബെഞ്ചുകൾ നമുക്ക് ഡിവിഷൻ ബെഞ്ചുണ്ട്, അത് കഴിഞ്ഞ് സുപ്രീം കോടതിയുണ്ട്. ഇത്തരക്കാരങ്ങനെ വെറുതെ ഇരിക്കുവോ? അപ്പൊ ഈ കാര്യത്തിൽ ഇവിടെ ഡിവിഷൻ ബെഞ്ച് ഇല്ല കേട്ടോ രാസേ. ഈ കാര്യത്തിൽ ഇവിടെ ഈ ക്രിമിനൽ കേസിൽ ഈ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് ഇവിടെ ഇല്ല. സുപ്രീം കോടതിയിൽ പോകാൻ പറ്റില്ലേ? സുപ്രീം കോടതിയിൽ പോകാൻ പറ്റില്ലേ? സുപ്രീം കോടതി പറ്റും, ഇവിടെ ഡിവിഷൻ ബെഞ്ച് ഇല്ല. ഈ കേസിൽ ഇവിടെ അപ്പീൽ ഇല്ല, ഹൈക്കോടതിയിൽ. ശരി, അപ്പൊ സുപ്രീം കോടതി സുപ്രീം കോടതി ഉണ്ടല്ലോ. അതുമാതിരി തന്നെ ഈ നമ്മൾ പറയില്ലേ ആടിനെ പട്ടിയാക്കുന്ന അഭിഭാഷകരും ഡൽഹിയിൽ ഉള്ളത് കാരണം കൊണ്ട് താങ്കളുടെ ഈ ഒരു ശ്രമഫലമായിട്ട് ഇതിപ്പോ ഇത്രത്തോളം ഈ തോണി കരക്കെത്തിച്ചത് എന്തായി തീരുമെന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ടത്. എന്നെ പോലുള്ള നമ്മൾ പറയില്ലേ ആങ്സൈറ്റി കൂടുതലുള്ളവർക്കുള്ളതാണ്. അതൊന്നും സംഭവിക്കാതിരുന്നു കഴിഞ്ഞാൽ, ഇതിന്റെ സത്യം പുറത്തു വന്നു കഴിഞ്ഞാൽ, അബ്രഹാമിലൂടെ നമ്മുടെ നികുതിപ്പണം അബ്രഹാമിന്റെ പേഴ്സണൽ അക്കൗണ്ടുകളിലേക്ക് എത്തിയതിന്റെ വലിയ ഒരു കഥ, വലിയൊരു സംഭവം പുറത്തേക്ക് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രേണുക.